Module 2, Directional Derivatives, Gradient Vectors and Tangent Planes. First definition, directional derivative in plane. Suppose that a function f of xy is defined throughout a region R in the xy plane and that p0 of x0 y0 is a point in R and that u vector equal to u1 I vector plus u2 j vector is a unit vector. Then the equations x equal to x0 plus su1, y equal to y0 plus su2 together form the parameterized equations of the line passing through p0 and parallel to the vector u vector. The parameter s measures arc length from p0 in the direction of u vector. We find the rate of change of f at p0 in the direction of u vector by calculating df by ds at p0. ഇതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഡി എഫ് ബൈ ഡി എസ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു വെക്ടർ, അതിനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫംഗ്ഷനുണ്ട്, ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾസ് ആണ്, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലെ ഒരു റീജിയൻ ആറാണ്. ആ റീജിയനിലെ ഒരു പോയിൻ്റാണ് എക്സ് നോട്ട് വൈ നോട്ട്. ഒരു വെക്ടർ യു വെക്ടർ എന്ന് പറയുന്നത്, യു വെക്ടർ ഇസ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് വെക്ടറാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡയറക്ഷനാണ് യു വെക്ടർ ഈക്വൽ ടു u1 i പ്ലസ് u2 j ഈസ് എ യൂണിറ്റ് വെക്ടർ. ദറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ. ദെൻ ദ ഇക്വേഷൻസ് x equal to x0 plus su1, y equal to y0 plus su1. ഇത് എന്താണ്? ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. പാരാമെട്രൈസ് ഫോം ഓഫ് എൻ ലൈന് പാസിങ് ത്രൂ x0 y0 ആൻഡ് പാരലൽ ടു ദ വെക്ടർ യു വെക്ടർ u1 i പ്ലസ് u2 j. അങ്ങനെയുള്ള ഒരു ലൈനിൻ്റെ പാരാമെട്രൈസ് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ആ ലൈനിൻ്റെ ഡയറക്ഷനിൽ അതായത് ആ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് പോയിൻറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനാണ്, ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് direction of the unit vector u vector equal to u1 i plus u2 j is the number df by ds at u vector df by ds in the direction of u vector at p0 equal to limit s tends to 0 f of x0 plus su1 y0 plus su2 minus f of x0 y0 divided by s provided the limit exists. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിൻറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു വെക്ടർ എന്നാണ് അതിനെ പറയുക. അതാണ് ഡി എഫ് ബൈ ഡി എസ് യു വെക്ടർ പി നോട്ട് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ വൈ നോട്ട് പ്ലസ് എസ് യു ടു മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എസ്. അതായത് നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല പോലെയുണ്ട് അല്ലേ, ഡെറിവേറ്റീവിൻ്റെ ലിമിറ്റ് പോലെ തന്നെ ഒരു ലിമിറ്റ് അതാണ് ഡെറിവേറ്റീവ് ആണ്. ഡി എഫ് ബൈ ഡി എസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു വെക്ടർ. അതാണ് നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ ഡി യു വെക്ടർ എഫ് അറ്റ് പി നോട്ട്. ഇതിനെ വായിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു വെക്ടർ എന്നാണ് വായിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു വെക്ടർ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കാണാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ അറ്റ് പി നോട്ട് 1 2 ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ യു വെക്ടർ ഈക്വൽ ടു 1/√2 i പ്ലസ് 1/√2 j. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. പോയിൻറ്റ് 1 2 ആണ്. അതിന് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഡയറക്ഷൻ യു വെക്ടർ ഈക്വൽ ടു 1/√2 i പ്ലസ് 1/√2 j. അത് ഓൾറെഡി ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ അതായത് അതിൻ്റെ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു വെക്ടറാണ്, മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടറാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് അതിനെ യൂണിറ്റ് വെക്ടറാക്കി
എടുക്കണം. ഓക്കെ, അപ്പം നോക്കുക എക്സ് സൊല്യൂഷൻ df/ds at p0 in the direction of u vector equal to limit s tends to 0 f of x0 plus su1 comma y0 plus su2 minus f of x0 y0 divided by su1 ആണ് കേട്ടോ, മിസ്റ്റേക്ക് ഉണ്ട്, which is equal to limit s tends to 0 f of x0 എന്ന് പറയുന്നത് 1 ആണ്, y0 2 ആണ്, പിന്നെ u1 എന്ന് പറയുന്നത് 1/√2 ആണ്, u2 എന്ന് പറയുന്നത് 1/√2 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. therefore we get f of 1 plus s/√2 comma 2 plus s/√2 minus f of 1 2 all divided by s. that is limit s tends to 0 f of xy എന്ന് പറയുന്നത് x² പ്ലസ് xy ആണ്. സോ അത് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. 1 plus s/√2 the whole square plus 1 plus s/√2 into 2 plus s/√2 minus 1 square plus 1 into 2. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് s ടെൻസ് ടു 0 5s/√2 പ്ലസ് s² s എന്ന് വന്നു. ഒരു s ഡിവൈഡ് ചെയ്തു പോവും. പിന്നെ നമുക്ക് ലിമിറ്റ് s ടെൻസ് ടു 0 5/√2 പ്ലസ് s എന്ന് കിട്ടി. എസിൻ്റെ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/√2 എന്ന് ആൻസർ കിട്ടി. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് 1 2 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു വെക്ടർ ഈസ് 5/√2. നമ്മൾ മുൻപത്തെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തത് ഡെറിവേറ്റീവിൻ്റെ ലിമിറ്റിംഗ് ഫോമുലയാണ് അപ്ലൈ ചെയ്തത്. ലിമിറ്റിംഗ് ഫോമുല വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത്. നമുക്കിനി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയിൻ റൂള് ഉപയോഗിക്കാം. ചെയിൻ റൂള് ഉപയോഗിച്ചാണെങ്കിൽ df/ds ഈക്വൽ ടു ∂f/∂x ഇൻറ്റു dx/ds പ്ലസ് ∂f/∂y ഇൻറ്റു dy/ds. അതാണ് നമ്മുടെ ചെയിൻ റൂൾ വെച്ച് നമുക്ക് df/ds കാണാനുള്ള ഫോമുല. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതാണ് അടുത്ത് പറയുന്നത്. കാൽക്കുലേഷൻ യൂസിങ് ചെയിൻ റൂൾ. സിൻസ് f ഈസ് ദ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y where x equal to x0 plus su1 and y equal to y0 plus su2. ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എക്സിനെ നമ്മൾ എസിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എസിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. എക്സും വൈയും എസ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഫംഗ്ഷൻസാണ്. എഫ് എന്ന് പറയുന്നത് എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷനാണ്. സോ നമുക്ക് അവിടെ ചെയിൻ റൂൾ ഉപയോഗിച്ച് df/ds കണ്ടുപിടിക്കാം. ദ directional derivative of f at p0 x0 y0 in the direction of u vector equal to u1i plus u2j is given by the chain rule as df/ds at u vector at p0 in the direction of u vector equal to ∂f/∂x at the point p0 into dx/ds plus ∂f/∂y at the point p0 into dy/ds. ഓക്കെ, നമുക്ക് x equal to x0 plus su1 ആണ്. സോ dx/ds എന്ന് പറയുന്നത് u1 ആണ്. അതുപോലെ y equal to y0 plus su2 ആണ്. സോ dy/ds എന്ന് പറയുന്നത് u2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് we get df/ds at p0 in the direction of u vector equal to ∂f/∂x at p0 into u1 plus ∂f/∂y at p0 into u2. ഇതിന് നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ സ്കേലാർ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതാം. അതായത് ∂f/∂x at p0 into i vector plus ∂f/∂y into p0 into j vector into അതായത് അതിൻ്റെ പ്രൊഡക്റ്റാണ് അതും. പിന്നെ മറ്റൊരു വെക്ടർ u1i plus u2j എന്ന് പറയുന്ന യു വെക്ടർ, ഡയറക്ഷൻ യു വെക്ടർ. അതായത് അപ്പം ഫസ്റ്റ് നമുക്കൊരു വെക്ടർ ഇൻറ്റു ഡയറക്ഷൻ ഓഫ് യു വെക്ടറിൽ നിന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഫസ്റ്റ് കിട്ടിയ ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് p0. ഗ്രേഡിയൻ്റ് എന്നാണ്, ഗ്രേഡിയൻ്റ് എഫ് എന്നാണ് വിളിക്കുക. നമ്മൾ ഡെൽ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡെൽ എഫ് എന്നാണ് അടുത്ത ഡെഫിനിഷൻ, അതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിൻ്റ് ഇൻ എ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ യു വെക്ടർ, direction u vector can be obtained by the scalar product of the gradient of f at p0 into direction u vector. ഓക്കെ, അതാണ് ഡെഫിനിഷനായിട്ട് അടുത്ത് പറയുന്നു. ദ ഗ്രേഡിയൻറ്റ് വെക്ടർ ഓർ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് എ പോയിൻ്റ് p0 x0 y0 is a vector del f equal to ∂f/∂x i vector plus ∂f/∂y j vector.
obtained by evaluating the partial derivatives of f at p naught. ഓക്കെ, അപ്പം നമ്മൾ ഗ്രേഡിയൻ്റ് വെക്റ്റർ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ പോയിൻറ്റ് പി നോട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് പി നോട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ എന്ന് പറയുന്ന വെക്റ്ററിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത തിയറം പറയുന്നത് നമ്മൾ ആദ്യം മുമ്പിൽ എഴുതിയ കാൽക്കുലേഷൻ ഓഫ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് എഴുതിയ അതേ സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് പ്രൂഫായിട്ട് വരുന്ന തിയറമാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ഇഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആർ ഡിഫൈൻഡ് അറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട്, then df by ds at p naught in the direction of u vector equal to del f at p naught into u vector, comma the scalar product of the gradient f at p naught and u vector. അതായത് സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേഡിയൻ്റ് എഫ് അറ്റ് പി നോട്ടും യു വെക്ടറും കൂടെ ചെയ്യുന്നതാണ് ഡി എഫ് ബൈ ഡി എസ് അറ്റ് പി നോട്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഇതിനു മുമ്പ് എഴുതിയ സ്റ്റെപ്സ് അതാണ് നമുക്ക് കണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ തിയറായിട്ട്. അപ്പോൾ ഈ തിയറത്തിന് പ്രൂഫ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് എഴുതിയ ഡെറിവേഷനാണ് എഴുതേണ്ടത്. ഡി എഫ് ബൈ ഡി എസ് ചെയിൻ റൂൾ ഉപയോഗിച്ച് അതിന് നമ്മൾ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻറ്റു ഡയറക്ഷൻ യു വെക്ടറിന് കിട്ടുന്നത് വരെ എഴുതണം. സോ ഒരു എക്സാമ്പിൾ കാണാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇ റെസ്റ്റ് വൈ പ്ലസ് കോസ് എക്സ് വൈ at the point 2 0 in the direction of a vector equal to 3i plus 3i minus 4j 3i minus 4j. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് പോയിൻറ്റ് 2 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന വെക്ടർ എ വെക്ടർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ അല്ല. അപ്പോൾ അതിൻ്റെ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ അല്ല തന്നിട്ടുള്ളത്, ആ വെക്ടറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. that can be obtained by dividing a vector by its magnitude and length. That is u vector equal to a vector by magnitude of a vector. That is a vector divided by, ഇവിടെ എ വെക്ടർ എന്ന് പറയുന്നത് 3i മൈനസ് 4j ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 ആണ്. സോ എ വെക്ടർ ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 3/5i മൈനസ് 4/5j എന്ന് കിട്ടും. സോ ഡയറക്ഷൻ യു ഈസ് ഗിവൺ ബൈ 3/5i മൈനസ് 4/5j. ഇനി നമുക്കറിയാം ചെയിൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടു, മുമ്പിൽ പറഞ്ഞു, നമ്മൾ തിയറത്തിൽ കണ്ടു, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണുന്നതിന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് അതിൻ്റെ ഗ്രേഡിയൻ്റ് ഓഫ് ദ ഫങ്ഷൻ ഇൻറ്റു ഡയറക്ഷൻ ഓഫ് വെക്ടർ ചെയ്താൽ മതി. ഡയറക്ഷൻ വെക്ടർ ഇൻറ്റു ഗ്രേഡിയൻ്റ് എന്ന സ്കേലാർ പ്രൊഡക്റ്റ് എടുത്താൽ മതി. സോ ദ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് 2 0 ഈസ് ഡെൽ എഫ് അറ്റ് 2 0 which is equal to dou f by dou x at 2 0 i plus dou f by dou y at 2 0 j. അതാണ് ഡെൽ എഫ് അറ്റ് 2 0 എന്ന് പറയുന്നത്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് 2 0 കാണുക. അതെന്ന് പറയുന്നത് ഈ ഡോ എഫ് ബൈ ഡോ എക്സ് കാണുമ്പോൾ നമുക്ക് ഇ റെസ്റ്റ് ടു വൈ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു വൈ എന്ന് കിട്ടി. അതറ്റ് 2 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് 2 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇ റെസ്റ്റ് ടു വൈ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് എന്ന് വന്നു. അതിനായിട്ട് 2 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടി. സോ ഡെൽ എഫ് എന്ന് പറയുന്നത് ഡെൽ എഫ് അറ്റ് 2 0 ഈക്വൽ ടു, അതായത് ഗ്രേഡിയൻ്റ് എഫ് ഈസ് ഈക്വൽ ടു 1i പ്ലസ് 2j എന്ന് കിട്ടി. 1i പ്ലസ് 2j. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് ദിസ് ഗ്രേഡിയൻറ്റും ആൻഡ് യൂണിറ്റ് വെക്ടർ, അതായത് ഡയറക്ഷൻ വെക്ടറും തമ്മിലുള്ള സ്കേലാർ പ്രൊഡക്റ്റ് എടുത്താൽ മതി. സോ ഡി യു എഫ് അറ്റ് 2 0 ഈക്വൽ ടു ഡെൽ എഫ് അറ്റ് 2 0 ഇൻറ്റു യു വെക്ടർ, ദാറ്റ് ഈസ് 1i പ്ലസ് 2j ഇൻറ്റു 3/5i മൈനസ് 4/5j. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 3/5 മൈനസ് 8/5 വിച്ച് ഈസ് ഈക്വൽ ടു -1. സോ നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് 2 0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ ഈസ് -1 എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ്. നമ്മൾ ഫോർമുല കണ്ടു, ഡി യു ഡി എഫ് അറ്റ് പി നോട്ട് ഈക്വൽ ടു
del f dot u vector ആണ്. ദാറ്റ് ഈസ് ദ സ്കെയിലർ പ്രോഡക്റ്റ് del f dot u vector. അതിൻ്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇവാലുവേറ്റിംഗ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഇൻ ദ ഫോർമുല, directional derivative of f at p naught in the direction of u vector equal to del f dot u vector equal to, അതിൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് യു വെക്ടർ ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. യു വെക്ടർ എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് യു എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ഡോട്ട് കോസ് തീറ്റ, മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ഇൻറ്റു കോസ് തീറ്റ എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ നോക്കാം, കോസ് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഫംഗ്ഷൻ്റെ ചേഞ്ച് നമുക്ക് കാണാം. ഫംഗ്ഷനുണ്ടാകുന്ന ഇൻക്രീസ് ഡിക്രീസ് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് അത് വെച്ചുള്ള കുറച്ച് റിസൾട്ട്സാണ് അടുത്ത 3 റിസൾട്ടുകൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഫംഗ്ഷൻ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി വെൻ കോസ് തീറ്റ ഈക്വൽ ടു 1. അതായത് ഇത് മാക്സിമം വരുന്നത് എപ്പോഴാണ്? കോസ് തീറ്റ ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നോക്കുക, del f എന്ന് പറയുന്ന ഫംഗ്ഷൻ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡയറക്ഷൻ ഇരിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഏത് ഡയറക്ഷനാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ വെക്ടറിൻ്റെ വെക്ടർ, അതായത് യു വെക്ടറും del fഉം തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആ തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടും സെയിം ഡയറക്ഷനിലാവുക എന്നാണ്. അപ്പോഴാണ് നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു 1 കിട്ടുക, അല്ലേ? അപ്പോൾ നമ്മൾ കോസ് തീറ്റ ഈക്വൽ ടു 1 ആകുമ്പോഴാണ് ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മീനിങ് തീറ്റ ഈക്വൽ ടു 0 ആവണം. തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഗ്രേഡിയൻറ്റും ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, അതായത് ഗ്രേഡിയൻ്റെ ഡയറക്ഷനും യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? തീറ്റ ഈക്വൽ ടു 0 ആണ്. സോ ദെൻ കോസ് തീറ്റ ഈക്വൽ ടു 1 വരും. That is, the function f increases most rapidly when cos theta equal to 1 or when u vector is in the direction of del f. അതായത് യു വെക്ടർ എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റിൻ്റെ സെയിം ഡയറക്ഷൻ ആകുമ്പോഴാണ് നമുക്ക് ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയാൻ പറ്റുന്നത്. ദെൻ ദ ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് duf ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് del f കോസ് തീറ്റ. ആ സമയം കോസ് തീറ്റ 1 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു del f മാഗ്നിറ്റ്യൂഡ് ഓഫ് del f എന്ന് കിട്ടും. ദാറ്റ് ഈസ് സ്മോൾനെസ് ഓഫ് del f എന്ന് കിട്ടി. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന് ഏത് ഡയറക്ഷനാണ്? ഗ്രേഡിൻ്റെ ഡയറക്ഷനിലാണ് ഫംഗ്ഷൻ മോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഫംഗ്ഷൻ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എപ്പോഴായിരിക്കും? കോസ് തീറ്റ എന്ന് പറയുന്നത് -1 വരുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഏറ്റവും മിനിമം വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് കോസ് തീറ്റ -1 പറഞ്ഞെങ്കിൽ തീറ്റ എന്താവണം? പൈ ആവണം, അല്ലേ? അതായത് ഗ്രേഡിയൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ഡയറക്ഷൻ വെക്ടർ പോകേണ്ടത്. ഓക്കെ, അപ്പം അതായത് -del fൻ്റെ ഡയറക്ഷനിലായിരിക്കും ഫംഗ്ഷന് മോസ്റ്റ് ഡിക്രീസ്, ഫംഗ്ഷൻ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഗ്രേഡിയൻറ്റിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. സോ ദ ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് duf at mod del f ഇൻറ്റു കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു -mod del f. ഓക്കെ, അതായത് കോസ് പൈ ആണ് വരുന്നത്, കോസ് പൈ -1 ആണ്. സോ -mod del f. നെക്സ്റ്റ്, ഇൻ ദ ഡയറക്ഷൻ എനി ഡയറക്ഷൻ യു വെക്ടർ orthogonal to the gradient is in the direction of 0 change in f. അതായത് ഒരു ഡയറക്ഷനിൽ ഗ്രേഡിയൻറ്റ് ആ ഫംഗ്ഷനിന് 0 ചേഞ്ച് ഉണ്ടാകുന്നത്, അതായത് ഫംഗ്ഷൻ ചേഞ്ച് ഇല്ലാതെ വരുന്നത് എപ്പോഴാണ്? ഫംഗ്ഷനിന് 0 ചേഞ്ച് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഡയറക്ഷൻ ഈസ് ഓർത്തോഗണൽ ടു ദ ഗ്രേഡിയൻറ്റ് വെക്ടർ. അത് ഗ്രേഡിയൻറ്റ് വെക്ടറും അത് യൂണിറ്റ് വെക്ടറും ഓർത്തോഗണൽ ആകുക എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആകുക. പെർപെൻഡിക്കുലർ ആകുന്ന ഡയറക്ഷനാണ്. അപ്പോഴാണ് ഫംഗ്ഷൻ്റെ നോ ചേഞ്ച് ആവുന്നത്. ഡി എഫ് എന്താവുന്നത്? 0 ആവുന്നത്. df 0 ആണെങ്കിൽ കോസ് തീറ്റ 0 ആണ്. അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് π/2 ആണ്. അതായത് π/2 എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കണം. അതായത് യു വെക്ടറും del fഉം 90 ഡിഗ്രി ആയിരിക്കണം. അത് തമ്മിലുള്ള
ആംഗിൾ. ദാറ്റ് ഈസ് അങ്ങനെ വരുന്ന എപ്പോഴാണ് യൂണിറ്റ് വെക്റ്റർ, അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റിന് പെർപെൻഡിക്കുലർ ആകുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫംഗ്ഷന് 0 ചേഞ്ച് വരുന്നത്. സോ എനി ഡയറക്ഷൻ യു വെക്റ്റർ ഓർത്തോഗണൽ ടു ദ ഗ്രേഡിയൻറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ്. ഓക്കെ, നമുക്ക് ഫംഗ്ഷന് 0 ചേഞ്ച് ഉണ്ടാക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഗ്രേഡിയൻറ്റ് വെക്റ്ററാണ്. ഓക്കെ, ബിക്കോസ് theta then equals pi by 2 and du f equal to magnitude of del f into cos pi by 2 which is equal to 0. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം പറയുന്നത് നമുക്ക് ഏത് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനാണ്, ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ, ഫംഗ്ഷൻ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ, ഫംഗ്ഷൻ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ, അതുപോലെ ഫംഗ്ഷൻ വാല്യൂ പിന്നെ 0 ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ. ഈ ഡയറക്ഷനുകളൊക്കെ കണ്ടുപിടിക്കാനാണ്, മറ്റേ പോയിൻറ്റ് 1 1 കണ്ടുപിടിക്കാനാണ് അടുത്ത പ്രോബ്ലം പറയുന്നത്. ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. ഫസ്റ്റ് വൺ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ബി ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിൻറ്റ് 1 1, ആൻഡ് സി വാട്ട് ആർ ദ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ അറ്റ് 1 1. സോ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ. ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്, ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ആണ്. നമ്മൾ ഫസ്റ്റ് റിസൾട്ടിൽ കണ്ടു ദ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡെൽ എഫ്. ദാറ്റ് ഈസ് നമുക്ക് ഡെൽ എഫ് കണ്ടുപിടിക്കുക, ഡെൽ എഫിൻ്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെൽ എഫ് കാണുന്നു, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നു. ഡയറക്ഷൻ കാണും, ഡെൽ എഫിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ദ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് അറ്റ് 1 1. ദ ഗ്രേഡിയൻറ്റ് ഡെൽ എഫ് അറ്റ് 1 1 ഈക്വൽ ടു dou f by dou x at 1 1 i plus dou f by dou y at 1 1 j, that is xi plus yj at 1 1, that is I plus j എന്ന് കിട്ടി. സോ ഗ്രേഡിയൻ്റ് I plus j ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √2 ആണ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ √2 ആണ്. സോ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻ്റ് വെക്റ്റർ ഈസ് del f by mod del f. That is I plus j divided by √2. That is 1 by √2 I plus 1 by √2 j. That is the direction in which the function increases most rapidly. Next, function decreases most rapidly ആയിട്ടുള്ള ഡയറക്ഷൻ, അതായത് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനാണ്, മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ, അതായത് മൈനസ് ഡെൽ എഫ് ആണ് അതിൻ്റെ ഡയറക്ഷൻ കാണുക. സോ മൈനസ് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൈനസ് ഐ മൈനസ് ജെ ആണ്. സോ മൈനസ് ഐ മൈനസ് ജെ ആണ്, കാരണം ഡെൽ എഫ് ഐ പ്ലസ് ജെ ആണെങ്കിൽ മൈനസ് ഡെൽ എഫ് എന്ന് പറയുന്നത് മൈനസ് ഐ മൈനസ് ജെ ആണ്. സോ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഐ പ്ലസ് മൈനസ് ജെ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √2 തന്നെയാണ്. സോ √2 ദാറ്റ് ഈസ് മൈനസ് 1 by √2 ഐ മൈനസ് 1 by √2 ജെ. എല്ലാവരും യു വെക്റ്ററാണ്, ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ യു വെക്റ്റർ ആണെങ്കിൽ മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ മൈനസ് യു വെക്റ്റർ ആയിരിക്കും. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാവുന്നതുമാണ്. അടുത്ത് സി പാർട്ട് പറയുന്നത് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഹാസ് 0 ചേഞ്ച് അറ്റ് 1 1. ഇത് 1 1-ൽ 0 ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ, അതായത് ഒരു ഫംഗ്ഷന് 0 ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൽ എഫിന് ഓർത്തോഗണലായിട്ടുള്ള ഡയറക്ഷനുകളാണ്. അതായത് ഡെൽ എഫ് ഏത് ഡയറക്ഷനാണോ അതിന് ഓർത്തോഗണലായിട്ടുള്ള ഡയറക്ഷനുകൾ. ഒരു വെക്ടറും രണ്ട് വെക്ടേഴ്സ് യു വെക്ടർ ആൻഡ് വി വെക്ടർ ആർ ഓർത്തോഗണൽ if and only if u vector dot v vector equal to 0. അതിന് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകുമ്പോഴാണ് നമ്മൾ ആ വെക്ടർ രണ്ടും ഓർത്തോഗണൽ എന്ന് പറയുന്നത്. സോ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകുന്ന വെക്ടറുകളെയാണ് നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു വെക്ടർ എ ഐ പ്ലസ് ബി ജെ ആണ് വെക്ടർ എന്ന് വിചാരിക്കുക. അതിനോട് ഓർത്തോഗണലായിട്ടുള്ള വെക്ടറുകൾ എന്ന് പറയുന്നത് ഏതാണ്, മൈനസ് ബി ഐ പ്ലസ് എ ജെ ആണ്. അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് എ ബി പ്ലസ് എ ബി ഈക്വൽ ടു 0 എന്ന് വരും. സോ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്ന വെക്ടറുകളെയാണ് നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഡെൽ എഫിനോട് ഓർത്തോഗണലായിട്ടുള്ള വെക്ടേഴ്സാണ്. ഇവിടെ ഡെൽ എഫ് എന്ന് പറയുന്നത് ഏതാണ്, 1 by √2 ഐ പ്ലസ് 1 by √2 ജെ ആണ്. സോ അതിനോട് ഓർത്തോഗണലായിട്ടുള്ള വെക്ടേഴ്സുകൾ, അത് ആ വെക്ടറിനോട് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്ന വെക്ടറുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, മൈനസ് 1 by √2 ഐ പ്ലസ് 1 by √2 ജെയും അതുപോലെ 1 by √2 ഐ മൈനസ് 1 by √2 ജെയും. ഈ രണ്ട് വെക്ടേഴ്സാണ്
അതിനോട് ഓർത്തോണലായിട്ടുള്ള വെക്ടേഴ്സ്. ഇപ്പോൾ ഒരു ഓർത്തോണൽ വെക്ടർ കിട്ടിയാൽ അതിൻ്റെ മൈനസ് എടുത്താലും ഒരു ഡയറക്ഷൻ കിട്ടിയാൽ ഓർത്തോണലായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയാൽ അതിൻ്റെ നെഗറ്റീവും എന്താണ് ഓർത്തോണലായിട്ടുള്ള ഒരു ഡയറക്ഷനാണ്. സോ എൻ വെക്ടർ 1 - 1/√2i + 1/√2j ഒരു ഡയറക്ഷനാണ്. അനദർ വൺ -n വെക്ടർ, that is 1/√2i - 1/√2j.